മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ നയൻതാര ധനുഷ് പോര് കോടതിയിലേക്ക് എത്തുകയാണ്. നയൻതാരയെക്കുറിച്ചുള്ള നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി പകർപ്പവകാശം ലംഘിച്ചുവെന്നാരോപിച്ച് നടൻ ധനുഷാണ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. അജയ് സുധാ ബിജു നമുക്കൊപ്പം ചേരുന്നു. അജയ്, എന്താണ് ഈ പോരാട്ടം? ഒപ്പം ഇത് കോടതിയിൽ വാദം എങ്ങനെയാണ്? സജിത്ത്, ഈ കേസ് ഇതിപ്പോൾ കോടതിയിൽ വരുന്നതിന് മുൻപ് തന്നെ ഈ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾക്കും കോളിളക്കങ്ങൾക്കും ഒരു വഴിവെച്ച ഒരു സംഭവമാണ്. അതായത് ഈ നയൻതാര അതുപോലെ തന്നെ വിഘ്നേഷ് ദമ്പതികളുടെ വിവാഹ വീഡിയോ അത് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി രൂപത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കിയിരുന്നു. ആ ഡോക്യുമെന്ററിയിൽ ധനുഷ് പ്രൊഡ്യൂസറായിരുന്ന നാനും റൗഡിതാൻ എന്ന് പറയുന്ന ചിത്രത്തിലെ ചില രംഗങ്ങൾ ബിഹൈൻഡ് ദ സീൻസ് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ ദൃശ്യങ്ങളിലെ പകർപ്പവകാശം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ധനുഷ് നിലവിൽ ഈ കേസ് നൽകിയിരുന്നത്. ഈ കേസുമായിട്ട് അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സിവിൽ കേസായിട്ടാണ് അദ്ദേഹം അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കേസ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഈ ഡോക്യുമെന്ററി റിലീസിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നയൻതാരയ്ക്ക് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. അതായത് ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന് 10 കോടി രൂപ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇത്തരത്തിൽ ഈ ആവശ്യത്തിൽ വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചുകൊണ്ട് നയൻതാര തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് നിരവധി ധനുഷിനോടൊപ്പം ഒന്നിച്ച് അഭിനയിച്ച നിരവധി നടിമാർ തന്നെ രംഗത്തെത്തിയിരുന്നു. ശ്രുതി ഹാസൻ, അതുപോലെ തന്നെ അനുപമ പരമേശ്വർ, അതുപോലെ പാർവതി തിരുവോത്തി, ഇവരെല്ലാം ഇതിന് ഉദാഹരണമാണ്. അതിനുശേഷം ഡോക്യുമെന്ററി പുറത്തു വന്നു. ഡോക്യുമെന്ററിയിൽ, എന്നാൽ ട്രെയിലറിൽ ഉപയോഗിച്ചിട്ടുള്ള 3 സെക്കൻഡ് വീഡിയോ അല്ലാതെ ട്രെയിലറിൽ കൂടുതൽ ദൃശ്യങ്ങൾ ഈ സിനിമയിലെ ബിഹൈൻഡ് ദ സീൻസ് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇത് കാരണം തന്നെയാണ് ധനുഷ് ഇതിന്റെ ഒരു അടുത്ത പടി എന്നോണം ഈ കേസ് ഒരു സിവിൽ കേസായിട്ട് മദ്രാസ് ഹൈക്കോടതിയെ ഈ വിഷയത്തിൽ സമീപിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കേസ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ നയൻതാര ധനുഷ് അവർ മുൻപ് ഈ സിനിമയിലും അല്ലാതെ യഥാർത്ഥ ജീവിതത്തിലും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇപ്പോൾ ഇവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നം ഈ ഗോസിപ്പ് കോളങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ചർച്ചയാണ്. ഇതിന് ശേഷം നയൻതാരയുടെ പോസ്റ്റിന് ശേഷം ഇരുവരും ഒരു ചടങ്ങിൽ വെച്ച്, ഒരു പൊതു ചടങ്ങിൽ വെച്ച് ഒന്നിച്ച് സംബന്ധിച്ചിരുന്നുവെങ്കിലും രണ്ടുപേരും പരസ്പരം സംസാരിക്കാത്തതുൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. എന്തായാലും ഈ കേസ് മുന്നോട്ട് വെച്ച സ്ഥിതിക്ക് ഈ ഒരു വിഷയം അത് ചലച്ചിത്ര പ്രേമികൾക്കിടയിൽ കൂടുതൽ ഒരു കോളിളക്കങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളും ഉണ്ട്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും വലിയ ചർച്ചയാവുകയായിരുന്നു ഈ ധനുഷ് ഒപ്പം തന്നെ നയൻതാര പോരാട്ടം. അത് വലിയ ചർച്ചകൾക്കും സിനിമാ മേഖലയെ ഇടവെച്ചതാണ്. ഇപ്പോൾ അത് കോടതിയിലേക്കും എത്തുന്നു എന്നതാണ് സാഹചര്യം.